എല്ലാവർക്കും രത്നരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഉപ്മാവ്, ഗോതമ്പിൻ്റെ ഉപ്മാവാണ് ഉണ്ടാക്കാൻ ഇപ്പോൾ കേട്ടോ. ഇതിപ്പോൾ ഇത് വാങ്ങി വയ്ക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. കൽച്ചട്ടിയാണ് വെക്കാൻ പോകുന്നത്. ഞാൻ സാമ്പാറാണ് വെക്കുന്നത് കേട്ടോ. സാമ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വെച്ചിട്ടുണ്ട്, വറുത്തരച്ച സാമ്പാറാണ് വെക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തത്, വറുക്കാൻ വേണ്ടിയിട്ട് എടുത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിൽക്കാൻ നോക്കിയില്ലല്ലോ. വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു സ്പൂൺ കടലപ്പരിപ്പ്, ഒരു സ്പൂൺ ഉഴുന്നുപരിപ്പ്, പിന്നെ ഒരു 2 നുള്ളു ഉലുവ, പിന്നെ ഒരു 5-6 വറ്റൽമുളക്, ഒരു നുള്ളു ജീരകം, ഇത്രയും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത്ര ഇട്ടിട്ട് നന്നായി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറക്കണം കേട്ടോ. ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ അതിൻ്റെ സ്വാദ് വേറെയാവും. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സാമ്പാറിൻ്റെ സ്വാദ് വേറെയാവും. അപ്പം അതുകൊണ്ട് കരിയാതെ വറുത്തെടുക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇത്തിരി മല്ലിപ്പൊടി ഒരു സ്പൂൺ തന്നെ ചേർക്കാം, അധികം ചേർക്കണ്ട. ഞാനിവിടെ ചേർത്തത് സാമ്പാർ പൊടിയാണ്. ഞാൻ സാമ്പാർ പൊടി വറുത്ത് വെച്ചതുണ്ട്, അപ്പോൾ അതൊന്ന് ഞാൻ ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇത്തിരി തേങ്ങയും കൂടി ചേർത്തിട്ട് തേങ്ങ വറുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് പിന്നെ കഷ്ണം എന്ന് പറയുന്നത് മുരിങ്ങക്കായ ഉണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, വഴുതനങ്ങ ഉണ്ട്, ഒരു കഷ്ണം ക്യാരറ്റ്, സവാള, പരിപ്പ്, ഇത്രയും സാധനങ്ങളാണ്. വെണ്ടയ്ക്ക, ഇത്രയും കഷ്ണങ്ങളുണ്ട്. എല്ലാം അരിഞ്ഞൊക്കെ എടുത്തിട്ട് വേണം, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ സാമ്പാറിനുള്ളത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ വറുത്തെടുത്തത് ഒക്കെ പറഞ്ഞില്ല, അത് അരച്ചെടുത്തതാട്ടോ. അരച്ചെടുത്തിട്ടുണ്ട്, ചേർക്കാറായിട്ടില്ല. പിന്നെ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വട്ടത്തിലരിഞ്ഞത് വേറൊരു ചമ്മന്തി അരയ്ക്കാനാട്ടോ, ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്. പിന്നെ കഷ്ണം ക്യാരറ്റ്, സവാള ഉണ്ട് ഒരു കഷ്ണം, പിന്നെ ഈ ചെറിയ ഉള്ളി, ഇതൊക്കെ ഇതിലേക്ക് ഇടാനുള്ള ചെറിയ ഉള്ളി, ഒരു കഷ്ണം ക്യാരറ്റൊക്കെ കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് പരിപ്പിലേക്ക് ഇട്ടു. അത് ഞാനിത് പരിപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വെണ്ടയ്ക്കയും തക്കാളി അതൊന്ന് വഴറ്റിയെടുത്തിട്ട് വേണം ഇടാൻ. അപ്പോൾ അരപ്പ് ചേർക്കുമ്പോഴാണ് ഇതും കൂടി ഇടുന്നത്. വെണ്ടയ്ക്കതാ ഞാൻ വറുത്തോണ്ടിരിക്കുക കേട്ടോ. വറുക്കല്ല, അതിൻ്റെ ഈ വഴുവഴുപ്പുണ്ടല്ലോ അതൊന്ന് പോകണം, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെണ്ടയ്ക്ക വറുത്തെടുക്കുന്നത്. പിന്നെ ടേസ്റ്റും കൂടും. വെണ്ടയ്ക്ക ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ്, 5-10 മിനിറ്റ് മതി കേട്ടോ. ഇങ്ങനെ ആക്കി കഴിക്കാം. പിന്നെ 2 മുരിങ്ങക്കായ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്, അതിട്ടില്ല. തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വാങ്ങി വെച്ചേക്കാണ്, അതുകൊണ്ട് വെന്തിട്ടില്ല, പരിപ്പ് വെന്തിട്ടില്ല. ചോറ് ഇവിടെ കിടന്നിങ്ങനെ വേവുന്നുണ്ട്. പിന്നെ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ അരി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, സവാള, പച്ചമുളക്, ഇനി ഇഞ്ചി എടുക്കണം, ഒരു കഷ്ണം ഇഞ്ചി എടുക്കണം. ഗോതമ്പിൻ്റെ ഉപ്മാവാണ് ഉണ്ടാക്കണത്. അപ്പോൾ കുക്കർ ഒഴിവില്ല. കുക്കറിൻ്റെ ഉള്ളിൽ ഞാൻ ചക്ക വരട്ടി വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് ഗോതമ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇത്തിരി ചക്ക വരട്ടി വെച്ചിട്ടുണ്ട്. ചക്ക വരട്ടി അത് റെഡി ആയിട്ടില്ല, ഒന്നും കൂടി ആവാനുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ തല കുത്തി മറിയണം രാവിലെ, എന്നാലേ നമ്മുടെ പണി കഴിയുള്ളൂ. ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. തേങ്ങ ചെറുകി തരാൻ മാത്രം വരും കേട്ടോ, വേറെ ഒന്നിനും വരില്ല. വേറെ ഒന്നും അറിയില്ല. ഇതൊക്കെ നമ്മൾ നോക്കാൻ നിന്നാൽ നമുക്ക് ഇരട്ടി പണിയാവും. ചിലപ്പോൾ കരിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൈ പൊള്ളിച്ചിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് പിന്നെ നമ്മളെന്ന് ചെയ്താൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല. ഉപ്മാവ് ഉണ്ടാക്കാനുള്ളതാണ് പരിപാടികളിൽ. ഞാൻ സവാള, ക്യാരറ്റ് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ മൂത്ത് വന്നപ്പോൾ കടുക് ഉഴുന്നുപരിപ്പ് ഇട്ടു. പിന്നെ സവാള, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു, ഉപ്പും ഇട്ടു.
അതിന് ശേഷം നമ്മൾ ഗോതമ്പ് കഴുകി വെച്ചത്, ഗോതമ്പ് കുതിർത്തി വെച്ച ഗോതമ്പ് ഇട്ടു. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. മാവ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചായക്ക് വെള്ളം തിളച്ച് കഴിഞ്ഞു. ചായ ഉണ്ടാക്കണമെങ്കിൽ ചായ ഞാനിതിലേക്ക് ഇതാ ആറ്റുന്നു. ഇത് ചായ ഉണ്ടാക്കുന്ന ഇത് ചായ എങ്ങനെയാണ് ഉണ്ടാക്കണേ ഞാൻ കേട്ടോ. കടുപ്പം കിട്ടാനാണ് ഞാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചത് കേട്ടോ. നല്ല കടുപ്പം വേണം. എന്നിട്ട് ഞാനിതിലേക്ക് ഇങ്ങനെ ഇട്ടു. ചായ റെഡിയായി. ചായ റെഡി. ഇതാണ് നമ്മുടെ ചായ. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയുണ്ട്, പണിയൊന്നും തീർന്നിട്ടില്ല. ഇന്ന് ചേട്ടൻ്റെ പിറന്നാളാണ്. ഇപ്പോൾ പക്ഷേ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റില്ല. കേക്ക് വാങ്ങിക്കാൻ വൈകുന്നേരം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരം അമ്മായി മരിച്ചു എന്ന് പറഞ്ഞിട്ട് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി. അത് കാരണം നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ആഘോഷമൊന്നുമില്ല. ഞാനൊരു ഷർട്ട് എടുത്തിട്ടുണ്ട്, കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഓൾ കൂടി അമർത്തണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതാണ് പിറന്നാൾ സമ്മാനം ഷർട്ട്. ഇഷ്ടമായോ? ഇഷ്ടമായി. നല്ല നല്ല കളറാണ്. എനിക്ക് ഇല്ലാത്ത കളറാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ യു. ഇതെൻ്റെ പിറന്നാളായിട്ട് ഭാര്യ എനിക്ക് സമ്മാനിച്ചതാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു.